മോർണിംഗ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു പേപ്പർ BPCS 185 ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ് എന്ന ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് പാർട്ട് ഞാൻ എടുത്തു അല്ലേ. ഇമോഷൻസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറച്ച് പാർട്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഫങ്ഷൻസ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ഏതാനും ഇമോഷൻ്റെ നേച്ചർ എന്താണ്, ഫങ്ഷൻസ് എന്താണ്, ടൈപ്സ് ഓഫ് ഇമോഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരെയാണ് നമ്മൾ ക്ലാസ് എടുത്തത് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് നാം നോക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ. Recall a recent time when you were feeling happy and content. What was your view of the world during the time you were in this mood? അതായത് നിങ്ങൾ ഈ അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷകരവും സംതൃപ്തവുമായ അനുഭവങ്ങൾ നൽകിപ്പോന്ന ഒരു സമയമായിരുന്നു എന്ന് നിങ്ങൾ കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിലൂടെ കഴിഞ്ഞു പോകുന്ന നിങ്ങൾ നമ്മുടെ ഈ ലോകത്തിന് ചുറ്റുമുള്ള അപ്പോഴുള്ള ആ ഒരു സമയം അവരുടെ ലോകത്തിലുള്ളവരുടെ, നമുക്ക് ചുറ്റുമുള്ളവരുടെ, നിങ്ങളുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന തരത്തിലുള്ള പോലെ സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയായിരിക്കുമോ അവരുടെ എല്ലാവരുടെയും മനസ്സ്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നൗ ട്രൈ ആൻഡ് റിമെമ്പർ എ ടൈം വെൻ യു വെയർ ഫീലിംഗ് അപ്സെറ്റ് ആൻഡ് ആംഗ്രി അറ്റ് സംതിങ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ മറ്റൊരു സർക്കംസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. എ ടൈം വെൻ യു വെയർ ഫീലിംഗ് അപ്സെറ്റ് ആൻഡ് ആംഗ്രി അറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്സെറ്റ് ആകുന്നത്, അതുപോലെ തന്നെ വളരെ സങ്കടകരമായിരിക്കുന്ന ആ ഒരു സന്ദർഭവും നിങ്ങൾക്കിവിടെ ഓർക്കാം. ഹൗ ഡിഡ് യു വ്യൂ ദ വേൾഡ് ഡ്യൂറിങ് ദിസ് ടൈം? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരിലേക്ക് ചെല്ലുമ്പോൾ നോക്കിക്കാണുന്നത്? ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് യുവർ പെർസെപ്ഷൻ ഓഫ് ദ വേൾഡ് ഇൻക്ലൂഡിങ് ദ പീപ്പിൾ ഇൻ ഇറ്റ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ജനങ്ങളെക്കുറിച്ചുള്ള പെർസെപ്ഷൻ എന്താണ്, നിങ്ങൾക്കുള്ള ചിന്ത എന്താണ്, അതിനെക്കുറിച്ച് എങ്ങനെയാണ് എന്നുള്ളതിനെയാണ്. അത് തികച്ചും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചിന്തയിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആവാം ഈ രണ്ട് ഫേസസിലൂടെയും കടന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്നത്. സോ യുവർ തിങ്കിങ് ആൻഡ് യുവർ പെർസെപ്ഷൻ ആൻഡ് ഇറ്റ് വാസ് ഡിഫറൻറ്റ് ഡ്യൂറിങ് ബോത്ത് ദീസ് ഫേസസ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് എവർ ഇമോഷൻസ് വെയർ ഡോമിനൻറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഏത് ഇമോഷനാണ് ഡോമിനൻ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റിക്കായിട്ട് വന്ന് നിൽക്കുന്നത്, ചുറ്റുമുള്ളവരെ സംബന്ധിച്ചുള്ള ഫീലിംഗ് എന്തായിരിക്കാം? ഇത് ഓരോ സന്ദർഭത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഡിഫറൻറ്റ് ആയിരിക്കാം. ചാൻസസ് ആർ ദാറ്റ് യു ആൾസോ ബിഹേവ്ഡ് ഡിഫറൻ്റ്ലി ടുവേർഡ്സ് അതർ പീപ്പിൾ ആസ് എ കോൺസിക്വൻസ്. അപ്പോൾ ഇവിടെ എന്താണ് സാധ്യതയുള്ളത്? നിങ്ങൾ ഓരോ സന്ദർഭത്തിലും ഓരോരോ തരത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഓക്കെ. ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ ആർ ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ്. അപ്പോൾ നമ്മളുടെ ഇമോഷൻസും തിങ്കിങ്, ബിഹേവിയർ ഇവയെല്ലാം ഉണ്ടല്ലോ, അത് തികച്ചും ലിങ്ക്ഡായിട്ട് വരുന്ന, ഇൻഎക്സ്ട്രിക്കബിളി ആന്തരികമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. തിങ്കിങ്, ബിഹേവിയർ, ഇമോഷൻസ് എല്ലാം തന്നെ. The relationship between them can best be explained through contemporary models of emotions. അപ്പോൾ ഇവ മൂന്നും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ നമുക്ക് പ്രതിപാദിക്കുവാൻ സാധിക്കുന്നത് എന്തിലൂടെയാണ്? കോണ്ടംപററി മോഡൽസ് ഓഫ് ഇമോഷൻസ്. അത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റെഫറിങ് ദ ഫിഗർ ബിലോ. ആ ഫിഗർ ഇതാണ്, കാണിച്ചു തരാം ആ ഫിഗർ ഏതാണെന്നുള്ളത്. ഇത് കണ്ടോ, ഫിഗർ കണ്ടോ? അതിൽ തോട്ടുണ്ട്, ദാറ്റ് ഈസ് തിങ്കിങ്, അതുപോലെ തന്നെ ബിഹേവിയർ, ദെൻ ആൾസോ എന്താ പറയുക, ഇമോഷൻ. അപ്പോൾ ഇവ മൂന്നുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേഷൻസിനെയാണ് നാം ഇവിടെ നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ റിലേഷൻസിലേക്ക് വരുമ്പോഴേക്കും നമുക്കതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ്, ഇമാജിൻ ദാറ്റ് യുവർ ഫ്രണ്ട്
സഡൻലി ഷൗട്ട് അറ്റ് യു. ഒന്ന് ചിന്തിച്ചേ, പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു സമയം നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് വളരെ ഷൗട്ട് ചെയ്യുന്നു. ദിസ് ഈസ് ആൻ ഇമോഷണൽ സ്റ്റിമുലസ് ആൻഡ് എൻകൗണ്ടിങ് ഇറ്റ് മേ മേക്ക് യു ഇൻ്റർപ്രറ്റ് ഓർ ജഡ്ജ് ദ ഔട്ട്ബേഴ്സ്റ്റ് ആസ് മൈ ഫ്രണ്ട് ഈസ് ആംഗ്രി വിത്ത് മീ. അല്ലേ? അത് തികച്ചും പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഫ്രണ്ട് നിങ്ങളുടെ നേരെ ഷൗട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ തിങ്കിങ്ങിൽ എങ്ങനെ വന്നു? അതിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അതെന്താ കൊണ്ടുവന്നേ? അതൊരു ഇമോഷണൽ സ്റ്റിമുലസ് കൊണ്ടുവന്നു. അത് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഇട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്താണ്? എൻകൗണ്ടറിങ് ഇറ്റ് മേ മേക്ക് യു ഇൻ്റർപ്രറ്റ് ഓർ ജഡ്ജ് ദി ഔട്ട്ബേഴ്സ്റ്റ് ആസ് മൈ ഫ്രണ്ട് ഈസ് ആംഗ്രി വിത്ത് മീ. ഏറ്റവും ഔട്ട്ബേഴ്സ്റ്റായിട്ട്, ഏറ്റവും മോശമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്ത് ആ ഒരു നിമിഷം എന്നോട് അല്ലാതെ ദേഷ്യപ്പെട്ടു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. അല്ലേ? ഓർ മൈ ഫ്രണ്ട് ഈസ് റൂഡ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? എൻ്റെ സുഹൃത്ത് എന്നോട് വളരെ റൂഡായി പെരുമാറി. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു തിങ്ക് അബൌട്ട് ദ സ്റ്റിമുലസ്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ഷൗട്ട് കൊണ്ടുവന്ന് തരുന്ന ആ ഒരു വൈകാരിക ഭാവം, ഫ്രണ്ടിനെ പറ്റിയുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന ആ ഒരു സ്റ്റിമുലസ്, അത് റൂഡായി പെരുമാറി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റിമുലസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്കൊരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും തോന്നുക. അല്ലേ? യു വിൽ എക്സ്പീരിയൻസ് എ ഫീലിംഗ് ഓഫ് ബാഡ് ഇംപ്രഷൻ ഓഫ് ദാറ്റ് ഫ്രണ്ട്. ദെൻ സബ്സിക്വൻ്റ്ലി സം ഫോം ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ വിൽ ഫോളോ. അതുകൊണ്ട് തന്നെ പിന്നീട് ചിലതരം ഒരു അടുപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം, ഒരു ബിഹേവിയർ, പിന്നെ അയാളോട് ഒരകൽച്ച അയാളോട് വേണേൽ വെച്ച് പുലർത്താം. അഡാപ്റ്റീവ് ബിഹേവിയർ ഒരു പക്ഷേ നിങ്ങൾ പിന്തുടരാം. If your interpretation of the situation is that is your friend is angry with you, അതായത് നിങ്ങൾ ആ ഫ്രണ്ട് നിങ്ങളോട് വളരെ പരുഷമായി പെരുമാറിയ സാഹചര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു എന്ന് കരുതുക. നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ആ സുഹൃത്തിനോട് നിങ്ങൾക്ക് എന്തേ അവൻ അങ്ങനെ പെരുമാറിയ, അപ്പോൾ വല്ലാത്ത ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? എന്തുകൊണ്ട് അവൻ ഓർക്കാപ്പുറത്ത് അങ്ങനെ എന്നോട് പെരുമാറി? സോ യു മൈറ്റ് ഫീൽ കൺഫ്യൂസ്ഡ് ആൻഡ് ആസ്ക് ദം വൈ ദേ ആർ ആംഗ്രി. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, എന്തുകൊണ്ടാണ് അവൻ എന്നോട് ആംഗ്രി ആയത്, ദേഷ്യപ്പെട്ടത്, കോപം ഉണ്ടാക്കിയത്, എന്തുകൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു എന്ന് നിങ്ങളോട് സ്വയം വേണം ചോദിക്കാം. ഇഫ് യു തിങ്ക് ദാറ്റ് യുവർ ഫ്രണ്ട് ഈസ് ബീയിങ് റൂഡ്, you might experience anger and shout back at them too, and thus your behavior may be വെരി ഡിഫറൻറ്റ്. അപ്പോൾ ഇത്രയും ഇന്നലെ വരെ ഇന്നലെ വരെ അയാളോട് വളരെ സൗഹൃദമായി വളരെ നന്നായി നിങ്ങൾ അയാളോട് പെരുമാറിയിരുന്നു. പക്ഷേ പെട്ടെന്നൊരു നിമിഷം അയാൾ നിങ്ങളോട് റൂഡായിട്ട് പെരുമാറി. വേണമെങ്കിൽ ആ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് ഇടപെട്ടിട്ട് നിങ്ങൾ കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് അയാളോട് വേണമെങ്കിൽ നിങ്ങളും അതേ ഭാവത്തിൽ അതേ ദേഷ്യത്തിൽ നിങ്ങളോട് ഷൗട്ട് ബാക്ക് ചെയ്താൽ നിങ്ങളും ആ ആങ്കർ അയാളോട് വെച്ച് പുലർത്തുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബിഹേവിയറോ എന്തുപറ്റി? ആ ബിഹേവിയർ വളരെ വ്യത്യസ്തമായ തരത്തിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് ബിഹേവിയറും നിങ്ങളുടെ ചിന്തകളും ഇമോഷൻസും എല്ലാമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് അസൈനിങ് മീനിങ് ടു ആൻ ഇവൻറ്റ് ആൻഡ് അവർ റിയാക്ഷൻ ടു ഇറ്റ് ഈസ് കാൾഡ് അപ്രൈസൽ. അപ്പോൾ ഇതിനെയാണ് അപ്രൈസൽ പ്രോസസ്സ് എന്ന് പറയുക. ഇങ്ങനെ അസൈൻ ചെയ്ത് ഒരു ഭാവത്തിൽ നാം നന്നായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് കൂട്ടത്തിലുള്ളവർ മറ്റൊരു തരത്തിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം അവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ഇവൻ്റ് നമ്മളിലേക്ക് ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റിയാക്ഷൻ എന്താണോ ആ റിയാക്ഷനോട് ഓറിയൻറ്റഡ് വരുന്ന കാര്യത്തിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, A cognitive appraisal is therefore an evaluation or interpretation of the personal meaning of certain circumstances that results in an emotion. അപ്പോൾ എന്താണ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുക? അതൊരു ഇവാലുവേഷനാണ്. ഇപ്പോൾ ഫ്രണ്ട് നിങ്ങളോട് റൂഡായി പെരുമാറി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അയാളെ വിലയിരുത്തുന്നു. ആ സമയം തന്നെ നിങ്ങൾ തിരിച്ചങ്ങോട്ട് ഇടപെടുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ കോൺസിക്വൻസ് റിസൾട്ട് നിങ്ങളുടെ ഇമോഷനിൽ എങ്ങനെയായിരിക്കും അത് ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നതാണ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. സോ എ കോഗ്നിറ്റീവ് അപ്രൈസൽ ഈസ് ദെയർഫോർ an evaluation or interpretation of the personal meaning of certain circumstances that results in an emotion. Okay,
സ്പെസിഫിക് അപ്രൈസൽസ് യൂഷ്വലി ഗീവ് റൈസ് ടു എ പർട്ടിക്കുലർ ഇമോഷൻസ്. അപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ടൊരാളോട് എങ്ങനെയാണ് അയാളെ നോക്കിക്കാണുന്നത് എന്നത് സാധാരണ രീതിയിൽ അത് അയാൾ ഇങ്ങോട്ട് നൽകുന്ന ആ ഒരു പ്രത്യേക വൈകാരിക തലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അത് നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ഭാവത്തെ ഇൻറ്റൻസീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യാം. കാരണം ക്വാളിറ്റിയും ഇൻറ്റൻസിറ്റിയൊക്കെ വന്നു ചേരുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്ന പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും. ഫോർ എക്സാമ്പിൾ, an appraisal of one person desire something that someone else has. അതായത് ഒരു അപ്രൈസൽ, ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ പേഴ്സൺ 1, അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ അയാൾ ആഗ്രഹിക്കുന്നു എന്താണ്? സംതിങ് ദാറ്റ് someone else has. അതായത് someone else, മറ്റുള്ളവർക്ക് ആർക്കോ ഉണ്ടായിരുന്നത് എന്തൊക്കെയോ തനിക്കും വേണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ഗോസ് എലോങ് വിത്ത് ദ ഇമോഷൻസ് ഓഫ് എൻവി. എന്നിട്ട് അത് വളരെ അസൂയയോടുകൂടി അത് അയാൾക്ക് അതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് പിന്നീട് അയാളെ എന്തോ ഒരു എൻവിയോടുകൂടി ജലസിയോടുകൂടി അയാൾ കാണാൻ നോക്കുന്നു. അപ്പോൾ ആ ഫസ്റ്റ് പേഴ്സൺ മറ്റൊരാളോട് വളരെ എൻവിയോടുകൂടി അയാളോട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴോ, ഐ ഹാവ് ബീൻ ട്രീറ്റഡ് വെൽ ബൈ അനദർ, എങ്ങനെയാണ്? എൻവിയോടുകൂടി. ആൻഡ് ടു ക്രിയേറ്റ് ദി എക്സ്പീരിയൻസ് ഓഫ് എന്തായിരിക്കും? ആ ഇമോഷൻ എൻവി എന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ മറ്റൊരാളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതെങ്കിലോ അതൊരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എ സമ്മറി ഓഫ് സം അതർ അപ്രൈസൽ. ഇപ്പം നാം അങ്ങോട്ട് എന്താണോ പകർന്നു കൊടുക്കുന്ന ആ ഒരു ഫീലിംഗ്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ നമ്മളെ വാല്യൂ ചെയ്യുന്നത്. ആ വാല്യൂ ചെയ്യുന്ന ആ ഇമോഷണൽ ഫീലിംഗ് എന്താണോ അതാണ് അവിടെ കിട്ടുന്ന അപ്രൈസൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ ചില അപ്രൈസൽ, നമ്മളുടെ ആ ഒരു പെരുമാറ്റത്തിൻ്റെ വൈകാരിക തലങ്ങൾ എന്താണോ, ഇമോഷണൽ ലെവൽ എന്താണോ, ആ ഇമോഷണൽ ലെവലിനനുസരിച്ചുള്ള അപ്രൈസൽ ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറയാം. ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കുക, നിങ്ങൾ ഈ ഒരു ടേബിളിലേക്ക് നോക്കിക്കേ. അപ്രൈസൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആങ്കർ, എന്താ കിട്ടുന്നത്? യു ഹാവ് ബീൻ സൈറ്റഡ് ഓർ എന്താ പറയുക, ഡീമീൻഡ്. നിങ്ങളെ മോശമായിട്ടായിരിക്കും നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റുള്ളവർ നിങ്ങളിലേക്ക് കാണുന്നത്. ദെൻ ആങ്ഷൈറ്റി, ഒരാൾ നിങ്ങളിലേക്ക് ഭയങ്കരമായ ഉത്കണ്ഠാപരമായിട്ടുള്ള പെരുമാറ്റം തന്നാലോ നിങ്ങൾക്ക് എന്താ തോന്നുക? യു ഫീൽ ത്രെട്ടൻഡ്. അതുപോലെ തന്നെ സാഡ്നെസ് ആണെങ്കിലോ നിങ്ങൾക്ക് എന്തോ വല്ലാത്ത നഷ്ടം വന്നു. യു ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ലോസ്. ദെൻ ഗിൽറ്റ് ആണെങ്കിലോ യു ഹാവ് ബ്രോക്കൺ എ മോറൽ റൂൾ. നിങ്ങളൊരു മോറലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യത്തെ നിങ്ങളത് ചെയ്തില്ല എന്നൊരു ഫീലിംഗ്, അങ്ങനെയാണ് മനസ്സിലൊരു കുറ്റബോധം, അതാണ് ഗിൽറ്റ്. ദെൻ ഹാപ്പിനെസ് യു ആർ മൂവിങ് ടുവേർഡ്സ് എ ഡിസൈഡ് ഗോൾ. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോയതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായത്. ദെൻ ലവ് യു ഡിസയർ അഫെക്ഷൻ ഫ്രം അനദർ പേഴ്സൺ. നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നും നിങ്ങൾക്കൊരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു എന്താ പറയുക, സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടി ചേരുമ്പോഴാണ് ലവ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാവുക. ദെൻ ഹോപ്പ് യു ഫിയർ ദ വേഴ്സ്റ്റ് ബട്ട് ഏൺ ഫോർ ബെറ്റർ. അതായത് നിങ്ങൾ പേടിക്കുന്നുണ്ട്, മോശമായിട്ടാണോ, പക്ഷേ എന്നാലും ചെയ്താൽ നന്നാക്കി എടുക്കാം എന്നുള്ള രീതിയിലാണ് ഹോപ്പ്. ദെൻ കമ്പാഷൻ യു ആർ മൂവ്ഡ് ബൈ സംവൺസ് സഫറിങ്. അതായത് ഒരു അനുകമ്പ എന്ന് പറയാം അല്ലേ, സംവൺസ് സഫറിങ്. മറ്റൊരാൾ സഫർ ചെയ്യുന്നതിലൂടെ അയാൾക്ക് തന്നെ നല്ലതുണ്ടാക്കി കൊടുക്കാൻ കൂടെ നിന്ന് കൊടുക്കുക. ദെൻ പ്രൈഡ് യു ആർ ലിങ്ക്ഡ് വിത്ത് എ വാല്യൂഡ് ഒബ്ജക്റ്റ് ഓർ അക്കംപ്ലിഷ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷം എപ്പോഴാണ്? അതായത് ഒരു അക്കംപ്ലിഷ്മെൻറ്റ്, ഒരു കാര്യം പൂർത്തീകരിച്ച് കഴിയുമ്പോഴായിരിക്കും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അഭിമാനം ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വൈകാരിക തലങ്ങളിലേക്ക് നാം നോക്കുമ്പോഴേക്ക് ഓരോരോ ഭാവവും ആങ്കർ, ആങ്ഷൈറ്റി, സാഡ്നെസ്, ഗിൽറ്റ്, ഹാപ്പിനെസ്, ലവ്, ദെൻ ഹോപ്പ്, കമ്പാഷൻ, പ്രൈഡ്, ഇവയ്ക്കെല്ലാത്തിനും അതിൻ്റേതായ എന്തുണ്ട്? അപ്രൈസൽ ഉണ്ട് എന്നതാണ്. ദെൻ അക്കോർഡിംഗ് ടു ഗ്രോസ് ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്ന ആളുടെ പേരെന്താണെന്നറിയോ? ഡെറ്റ് ഷെൻഡോർഫ് എന്നാണ് കേട്ടോ, ഷെൻഡറി അല്ല. അക്കോർഡിംഗ് ടു ഡോർഫ് ആൻഡ് ഡെറ്റ് ഷെൻഡോർഫ്, അവർ 2001, 2009 ഈ ഒരു കാലയളവിൽ രണ്ടുപേരും ഇങ്ങനെ പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ്? വൺസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ചേഞ്ചിങ് ഇമോഷൻസ്.
അപ്പോൾ ഒരു ഇവൻറ്റ് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വരുന്നു, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു, അതിനെ തുടർന്ന് ഇമോഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദേ എക്സ്പ്രസ്ഡ് ദെയർ ഐഡിയാസ് അബൌട്ട് ചേഞ്ചിങ് വൺസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആൻ ഇവൻറ്റ് ക്യാൻ പ്രിവെൻറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ഫീലിംഗ് ഡ്രെയിൻഡ് ആൻഡ് ഗാർഡ് അഗെയിൻസ്റ്റ് ഓവർവെൽമിംഗ് ഇമോഷൻസ്. For instance, in the above example, by changing your appraisal to "she doesn't mean it," you could easily brush off her behavior and get on with your day. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ഇമോഷണൽ ഇൻ്റർപ്രിട്ടേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മറ്റൊരാളുടെ വൈകാരിക ഭാവത്തിലേക്ക് നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ടാണ് ഇടപെടുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പ്ലസൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഇവൻറ്റിന് തീർച്ചയായിട്ടും ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഇവൻറ്റ് അത് ഫീലിംഗ് എക്സ്പീരിയൻസിനെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. നന്നായിട്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഹാപ്പി മൂഡിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ആ ഒരു തലത്തിൽ എത്തിക്കുന്നതിനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അതിനനുസരിച്ച് ആയിരിക്കും തിരിച്ച് അയാളിൽ നിന്നും ഇങ്ങോട്ടുള്ള അപ്രൈസലും വരുന്നത് എന്നുള്ളതാണ്. സോ അപ്രൈസൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പവറുണ്ട്. അതിൻ്റേതായ നിങ്ങളും അയാളും ആരും ആകട്ടെ അയാളും തമ്മിൽ അല്ലെ നമ്മൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനുള്ള പവർ ഉള്ളതാണ് അപ്രൈസൽ. സോ അപ്രൈസൽസ് therefore have the power to impact our reactions or relations to the daily experiences of emotions, especially those that are unpleasant and by stressful. കൂടുതലും അൺപ്ലസൻ്റ് ആയിരിക്കുന്ന സമയത്ത് സ്ട്രെസ്സ് അഥവാ ടെൻഷൻ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അത് നാം അങ്ങോട്ട് കൊടുക്കുന്ന ഒരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇമോഷൻ എന്തായാലും അതിന് അതിൻ്റേതായ സ്വാധീനം ചെലുത്തുവാനായിട്ട് സാധിക്കും എന്നതാണ്. അതിനൊരു പവർ ഉണ്ട് എന്നതാണ്. By changing our own appraisals, we may be able to protect ourselves from stress and promote our well-being. അതുകൊണ്ട് നമ്മളുടെ അപ്രൈസൽസിൽ നാം തന്നെ സ്വയം ഒന്ന് മാറ്റി ചിന്തിച്ച് നല്ല രീതിയിലുള്ള ചിന്താഗതിയെല്ലാം മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ അതങ്ങനെ പകർന്ന് അവരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെന്തിനുള്ള കഴിവുണ്ട്? പ്രൊട്ടക്റ്റ് അവേഴ്സൽസ് ഫ്രം സ്ട്രെസ് ആൻഡ് പ്രൊമോട്ട് അവർ വെൽബീയിങ്. നമ്മളുടെ സ്ട്രെസ്സിനെ നമുക്ക് തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം. വെൽബീയിങ് അഥവാ നമുക്ക് നമ്മളുടെ തന്നെ സുഖകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഈവൻ ഇഫ് വി cannot control external situations or other people. Okay. Then, in addition, because of the differences in how a situation or event may be appraised, അപ്പോൾ നമ്മുടെ മുന്നിൽ വന്നു ചേരുന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അപ്രൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരുടേതായ ഒരു പ്രത്യേകത കൂടി നാം കണക്കിലെടുക്കേണ്ടത് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അപ്രൈസൽ എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോഴേക്കും അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? നമ്മൾ മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ നാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന നമ്മളുടെ തിങ്കിങ് അത് ഏത് തരത്തിലാണ് എന്നതിനെ പറ്റി നാം പൊതുവെ വൈകാരികമായിട്ടുള്ള ആ ഒരു ചിന്തയിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ പറയില്ലേ കൊമ്പ് കോർക്കാൻ നിൽക്കരുത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊമ്പ് കോർക്കാൻ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാതിരിക്കാനായിട്ടാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്. ഇവിടുത്തെ ഈ അപ്രൈസൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാം ഒരാൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്ന ചില ഇപ്പം നമ്മളിവിടെ കുറേ ഇമോഷൻ്റേതായ തലങ്ങൾ പറഞ്ഞല്ലോ. ആ ഇമോഷൻ്റേതായ തലങ്ങളിൽ വന്നു ചേരുന്ന നാം ഇട്ടുകൊടുക്കുന്ന ഓരോരോ ഇമോഷനും ആങ്കർ ആവട്ടെ, ആങ്ഷൈറ്റി ആവട്ടെ, സാഡ്നെസ് ആവട്ടെ, അങ്ങനെ പ്രൈഡ് ആവാം, കമ്പാഷൻ ആവാം, എന്ത് തന്നെ ആയാലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഡിഫറൻസസ് നാം സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഫീലിങ്ങും വൈകാരികമായ തലങ്ങളിലെല്ലാം വ്യത്യസ്തതയുണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ദ ഡിഫറൻസസ് ഇൻ ഹൗ എ സിറ്റുവേഷൻ ഓർ എ ഇവൻ മേ ബി അപ്രൈസ്ഡ്, ദ സെയിം സിറ്റുവേഷൻ മേ ബി ഗീവ് റൈസ് ടു ഡിഫറെൻറ്റ് ബിഹേവിയർ. മനസ്സിലായോ? സിറ്റുവേഷൻ ഇമോഷൻ്റെ സിറ്റുവേഷൻ മാറുമ്പോഴോ നമ്മുടെ ബിഹേവിയർ സിറ്റുവേഷനും അതിനനുസരിച്ച് മാറുന്നു എന്നതാണ്. അപ്പോൾ ആ ബിഹേവിയർ സിറ്റുവേഷനിലുള്ള ചേഞ്ചും കൂടി നമ്മൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് മറ്റുള്ളവരോട് ഇടപെട്ട് നന്നായിട്ട് പോകാൻ എന്ന ഒരു പൊതു തത്വമാണ് ഈ ഒരു ലെസൺ ഓറിയൻറ്റഡായിട്ട് ഈ ഒരു പാർട്ട് ഓറിയൻറ്റഡായിട്ട് നമുക്ക് ലഭ്യമാവുക എന്നതും മനസ്സിലാക്കാം. ഓക്കെ. പിന്നെന്താ ഇതിനെപ്പറ്റി പറയാൻ സാധിക്കുന്നത്?
പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോഴേക്കും ഈ ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് നാം നോക്കുമ്പോൾ ഇതിൻ്റെ ആ വൈകാരിക തലങ്ങളിൽ ഹൗവർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വൈൽ ഇമോഷൻസ് ഹാവ് ദ പൊട്ടൻഷ്യാലിറ്റി ടു എനർജൈസ് അസ്, ഇമോഷന് വളരെയധികം പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് നമ്മളെ എനർജൈസ് ചെയ്യാനായിട്ട്, അതുകൂടി മനസ്സിലാക്കണം. ആസ് ടു ആക്ട് വെദർ ആക്ഷൻ ഈസ് ആക്ച്വലി ടേക്കൺ ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ ജസ്റ്റ് ഇമോഷൻസ്. അപ്പോൾ ആക്ഷൻ, നാം എടുക്കുന്ന ആക്ഷൻസ് അത് ഇമോഷനെ ബേസ് ചെയ്ത് നിലകൊള്ളുന്നത് ആവാം. സിറ്റുവേഷൻസ്, കോണ്ടെക്സ്റ്റ്, ദ ഒബ്ജക്റ്റ് അറ്റ് വിച്ച് ഇമോഷൻ ഈസ് ഡയറക്റ്റഡ്, ആൻറ്റിസിപ്പേഷൻ ആൻഡ് ജഡ്ജ്മെൻറ്റ്, പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻസ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഇവിടെയൊക്കെ പോസിബിൾ കോൺസിക്വൻസസ് എല്ലാം വന്നു ചേരുന്ന സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കും. കൾച്ചർ, ജെൻഡർ ഇവയെല്ലാം തന്നെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവരും വാച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും തരിക. താങ്ക് യു സോ മച്ച്. ഓക്കെ.